കായംകുളം പോപ്പുലർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. കായംകുളം പോപ്പുലർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും അധ്യാപക രക്ഷകർതൃ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കായംകുളം DYSP N ബാബുക്കുട്ടൻ നിർവഹിച്ചു. നമുക്ക് പ്രാരംഭമായിട്ട് ആദ്യം കിട്ടുന്ന വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. അധ്യാപകനെതിരെ പോലും കൈ ചൂണ്ടി വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ഓർക്കുക. തെറ്റുപറ്റിയതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന്, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന എന്തും അവർക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ബോധമില്ല എന്നുള്ളതാണ്. അവർക്കറിയില്ല. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ വിശപ്പ് എന്തെന്ന് മനസ്സിലാക്കി, ഇല്ലേ? വിശപ്പ് ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. വിശപ്പെന്ന് പറയുന്നത് ഒരു മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറമാണ് വിശപ്പ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു വിദ്യാർത്ഥികൾക്ക് പോലും വിശപ്പില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശക്കുന്നു എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം നേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നുള്ളത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു വളർന്നത് എന്നൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. സ്വന്തം അമ്മയെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ ഉണരുന്നതിന് മുമ്പേ ഉണരുന്നവരാണവർ. നിങ്ങൾ ഉറങ്ങുന്നതിന് ശേഷമാണ് അവർ ഉറങ്ങുന്നത്. അപ്പോൾ അമ്മ ഉറങ്ങുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അല്ല, അതുപോലെ ഉറക്കം നിന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കൾ അമ്മയെ ധിക്കരിച്ചോ അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കാതെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വിചാരിക്കും അവർക്ക് എന്തറിയാം, അവർക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ളൊരു തോന്നലാണ്. ശരിയല്ല. നമ്മളെക്കാളെല്ലാം പ്രാക്ടിക്കൽ നോളജ് അവർക്കുണ്ട്. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് കുറവാണെങ്കിലും നമ്മളെക്കാളൊക്കെ പ്രായോഗിക ജ്ഞാനം കൂലിപ്പണി ചെയ്യുന്ന അച്ഛനുണ്ട്, ജോലിയൊന്നും കിട്ടാതെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്യുന്ന അമ്മയ്ക്കുമുണ്ട് എന്നുള്ള തോന്നൽ എല്ലാ മക്കളും മനസ്സിലാക്കുക. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നന്ദി പറയുന്നു? ഇവിടെ ഒരാൾ മാത്രം ഇരുന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നതിനെല്ലാം ആൻസർ വരുന്നുണ്ട്. ഇനി മിണ്ടിപ്പോകും കേട്ടോ. ഇത്രയും ആളുകളില്ലേ, ആർക്കും ആൻസർ പറയാൻ വയ്യേ. ഞാൻ നിൽക്കണോ പോണോ? പോകാനോ? പിന്നെന്താ ആൻസർ പറയാത്ത? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വെറുതെ സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷനാണ്, അല്ലേ? ഇത്രയും സമയം ചിലവാക്കി വന്നെന്തിനാ? ചുമ്മാ ഇങ്ങനെ കേട്ട് രസിച്ചിരുന്ന് എന്നെ എന്തൊക്കെയോ കേട്ട് ഞാൻ ഏതാണ്ട് വലിയ ആളാണ്, അയ്യോ അമ്മയോട് അവിടെ വന്നിരുന്നുണ്ടല്ലോ, എന്തോ ഒരു പ്രസംഗമായിരുന്നു, ഇത് രസകരമായിട്ടോ പ്രസംഗിച്ച്. അതിലേതെങ്കിലും ഒരംശം നിങ്ങൾ കേട്ട് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. PCS ചിട്ടിയാർ അധ്യക്ഷത വഹിച്ചു. ഷോക്കേറ്റ് മരണത്തോട് മല്ലടിച്ചു കിടന്ന സുഹൃത്തിനെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ പോപ്പുലർ അക്കാദമിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന വിഷ്ണുവിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ഡോക്ടർ CS സുനിത, ലിയാഖത്ത് പറമ്പി എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ BP പിള്ള, രാഹുൽ, മിനി മോഹൻ, ആദിത്യ, അനു, അൻവിറ്റ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.